14 സെക്കൻഡ് ഒരു പുരുഷൻ തുറിച്ചു നോക്കിയാൽ കേസെടുക്കാം എന്ന് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 14 സെക്കൻഡ് തുറിച്ചു നോക്കിയാൽ കേസൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 15 സെക്കൻഡ് അങ്ങോട്ട് തുറിച്ചു നോക്കിയാൽ മതി, തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി കേസ് കൊടു ഇവിടെ കേസ് കൊടുക്കുന്നത് കൊണ്ട് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് സ്ത്രീ തന്നെയാണെന്ന് ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് സ്ത്രീപക്ഷവാദി എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് ന്യായീകരിക്കരുത് രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീയുടെ ഭാഗത്ത് പ്രശ്നമുണ്ട്, പുരുഷന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് എന്ന രീതിയിൽ സംസാരിക്കും. എപ്പോഴും നിങ്ങളുടെ പ്രസ്താവനകൾ ഞാൻ കാണാറുണ്ട്. എന്ത് പോക്കൃത്തരം കാണിച്ചാലും അത് അവനാണ് ശരി, അവനാണ്. അതിന് നിങ്ങൾ പറയുന്ന കുറെ വലിയ വാക്കുകളുണ്ട്. ആ വാക്കുകളൊന്നും കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ പറഞ്ഞത്? സംഭവം നടക്കുമ്പോൾ ഉടനടി പ്രതികരിക്കണം. അത് അവിടെ ഇവിടെയും പോയി പോലീസിനോട് പറയുക, കംപ്ലൈന്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കണം എന്നാണ് പറഞ്ഞത്. എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ എന്റെ കയ്യിൽ ചുരുട്ടി വെച്ചിരുന്ന അയാൾ തന്ന അഡ്വാൻസ് മുഖത്ത് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയ ഒരാളാണ് എന്റെ 17ാമത്തെ വയസ്സിൽ. അന്ന് ഞാൻ വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അന്ന് ഞാൻ ആ ചങ്കൂറ്റം കാണിച്ചു. ആ ചങ്കൂറ്റം പെൺകുട്ടികൾ കാണിക്കണം എന്നാണ് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നത്. അതല്ലാതെ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് രാഹുൽ ഈശ്വർ അങ്ങനെ വളച്ചോടിക്കൊന്നും വേണ്ട. ഇപ്പോഴും ഞാൻ പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ, ബലാത്സംഗം പോലുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അന്ന് തന്നെ പോലീസിൽ പറഞ്ഞില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ നടപടി എടുത്തില്ല? ഈ വർഷങ്ങൾക്ക് ശേഷം അത് പുറത്തു പറയുമ്പോൾ അതിന്റെ തെളിവുകൾ ഇല്ലാതെയാകുന്നു. ആ വ്യക്തിയെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റാതെയാകുന്നു. ഇത് തന്നെയാണ് അന്ന് പറഞ്ഞത്. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. എന്നെ സ്റ്റുഡിയോയിൽ വെച്ച്, എന്നെ എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മി എന്നൊരു വ്യക്തിയല്ല, ഒരു പെണ്ണിനെ സ്റ്റുഡിയോയിൽ വെച്ച് അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസിൽ മോശമായിട്ട് എനിക്ക് ഹിതമല്ലാത്തത് എനിക്ക് മോശം തന്നെയാണ്. റിയാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഉടനെ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നല്ല. നിങ്ങൾ ഒരു പക്ഷേ പുരുഷപക്ഷം സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ പുരുഷപക്ഷം സ്ത്രീപക്ഷം എന്ന ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തു? സുരേഷ് ഗോപി എന്റെ സുഹൃത്തായതുകൊണ്ടാണോ? അല്ല. എനിക്ക് ആ മനുഷ്യനെ വ്യക്തമായിട്ട് വർഷങ്ങളായിട്ട് 10-35 വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്ന മാതിരി ആണുങ്ങളെ എന്ത് പോക്കർത്തരം ചെയ്താലും അതല്ല ശാസ്ത്രീയമാണ് എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. സ്ത്രീകൾ ധൈര്യത്തോടുകൂടി പ്രശ്നങ്ങളെ നേരിടണം. തനിക്ക് നേരെ വരുന്ന എന്ത് പ്രശ്നവും തന്റെ ഇടത്തോടു കൂടി പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.